സത്യമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അതായത് എനിക്കറിയായിരുന്നു കൂടുതൽ പൈസ വെച്ച് എന്നെ വിളിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ച പൈസ അവർ തന്നു. അതാണ് അവസാനം ഉണ്ടായത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആയി. അതെ, ഇതിപ്പോൾ എന്താ പറയുക, സിനിമയിൽ വരുമ്പോൾ നമുക്കൊരു ഒബ്വിയസ്ലി നമുക്ക് ആദ്യം ചെറിയൊരു എമൗണ്ട് ആയിരിക്കും കിട്ടുക. പിന്നെ നമ്മുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്ത് എങ്ങനെയാണ് അതിനനുസരിച്ച്, നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ആക്ടിങ് എങ്ങനെയാണ് അതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നീഡ് ആ മൂവിക്ക് എങ്ങനെയാണ് അതിനനുസരിച്ച് ഇങ്ങനെ. ഇപ്പം ആദ്യമായിട്ട് ജോലിക്ക് കയറുമ്പോൾ കുറച്ച് ശമ്പളമല്ലേ ഉണ്ടാവുള്ളൂ, ഓരോ കൊല്ലം കഴിയുമ്പോഴും കൂടിക്കൂടിയല്ലേ വരിക. ചിന്തിച്ചിട്ടില്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഉണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതുപോലത്തെ ക്യാരക്ടർ ചെയ്യാനാണോ അതുപോലത്തെ ക്യാരക്ടേഴ്സാണോ കുറവ് എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഡൗട്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഹീറോയിൻ എന്ന് പറയുമ്പോൾ ഹീറോനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യാറില്ല. എനിക്ക് ഹീറോയിൻ മാത്രമായിട്ട് മതി, അങ്ങനത്തെ മൂവീസേ ഞാൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. ഞാൻ ക്യാരക്ടർ റോൾസും ചെയ്യുന്നുണ്ട്. എനിക്ക് ആ മൂവിക്ക് വേണ്ടിയിട്ട് എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ മൂവി ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം കണക്റ്റഡ് ആണ് എനിക്ക് തോന്നുന്നു. പിന്നെ കോമഡിയുടെ കാര്യം വരുമ്പോൾ ഇത് പറഞ്ഞ് ഫലിപ്പിക്കുക ഇത്തിരി പ്രയാസമാണ്. അതാണ് പ്രശ്നം. നമ്മൾ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ നന്നായിട്ടാണ് പ്രസൻറ്റ് ചെയ്യണമെന്ന്, പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു, അതാണ് പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് നമ്മൾ കോമഡിയിൽ വിളിക്കുന്നത്. ഒരു റിതം ഉണ്ടല്ലോ, അത് കറക്റ്റായിട്ട് പോയാലേ അത് ജനങ്ങളിലേക്ക് എത്തുള്ളൂ. എന്തോ ദൈവം സഹായിച്ച് പറ്റുന്നുണ്ട്. ഇതുവരെ വലിയ കുഴപ്പമില്ല. ആരും ഇന്നേ വരെ അയ്യേ എന്ന് പറഞ്ഞിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഞാൻ ബേസിക്കലി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഐ എം എൻ ആക്ടർ അല്ലേ. അപ്പോൾ ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ആക്ടിങ്ങിൽ ചെയ്യണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ എനിക്ക് കാറ്റഗറൈസ്ഡ് ആവണ്ട, ഞാൻ കോമഡി മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയ ക്യാരക്ടേഴ്സ് മുഴുവൻ അങ്ങനത്തെ ആയിരുന്നു. പക്ഷെ അതെൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റിന് അത് ആവശ്യമായിരുന്നു. ആ പ്രസൻറ്റേഷൻ, ലൈക്ക് ഞാൻ ഈ ഫീൽഡിലുണ്ട് എന്ന് ആൾക്കാരെ അറിയണമെങ്കിൽ അത് ആവശ്യമായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ്, യൂട്യൂബ് ബ്രൂട്ടസിൽ ഞാൻ ചെയ്ത റോള് അപർണ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അതുപോലെ ഇപ്പോൾ ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ ജിത്തു ചേട്ടൻ്റെ മൂവിയിൽ ഞാൻ ചെയ്ത ജെസ്സി എന്ന് പറയുന്ന ക്യാരക്ടർ, അങ്ങനെയുള്ള ചില ക്യാരക്ടേഴ്സ് എടുത്തുകൊണ്ട് അതൊക്കെ കോമഡി മാത്രം ചെയ്യുന്ന ഒരു ക്യാരക്ടർ അല്ല. അതേസമയം ഞാനത് ചെയ്യുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയിൽ ഞാൻ ചെയ്ത റോള് അത് കുറച്ച് കോമിക്കലായിരുന്നു. പിന്നെ ഡബിൾ ബാരലിൽ ഞാൻ ചെയ്തത് വീണ്ടും കോമിക്കലായിരുന്നു. അപ്പോൾ എല്ലാം ഞാൻ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പോകാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഞാൻ കരഞ്ഞിട്ട് അങ്ങനെ അധികം ചെയ്യുന്ന പടങ്ങൾ ഉണ്ടായിട്ടില്ല. ഒരു ഭയങ്കര ഡൗൺ ആയിട്ട് അങ്ങനെ ചെയ്ത മൂവീസ് ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് തോന്നുന്നു ഇതെല്ലാം കണക്റ്റഡ് ആണല്ലോ. ഇപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരാളുടെ മാത്രം ഒരു കുത്തകയല്ല, അല്ല ഒരാൾക്ക് മാത്രം എന്തും ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ നിലനിന്ന് പോകാൻ പറ്റുന്ന ഒരു മേഖലയല്ല. ഇത് ഹോൾ മൂവി ഇൻഡസ്ട്രി, മലയാളത്തിലെ ഹോൾ മൂവി ഇൻഡസ്ട്രി വിചാരിക്കണം. അതായത് നമ്മുടെ ആക്ടേഴ്സ് തൊട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്ന ആൾക്കാർ വരെ വിചാരിച്ചാലേ ഇങ്ങനത്തെ നല്ല മൂവീസ് ഉണ്ടാവുള്ളൂ. പിന്നെ സ്ക്രിപ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. സ്ക്രിപ്റ്റ് നന്നായാൽ എന്തും ഓക്കെ ആവും, എന്തും അക്സെപ്റ്റബിൾ ആവും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഞാൻ തന്നെ റാണി പത്മിനി കണ്ടിട്ട് സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. ലൈക്ക് റിമേൻ്റെ ക്യാരക്ടർ ഒരു ടോം ബോയിഷ് പോലെ ചെയ്തിട്ടുള്ള ക്യാരക്ടറും മഞ്ജു ചേച്ചീൻ്റെ ഒരു നിഷ്കളങ്കതയും എല്ലാം ഒരുപാട് സന്തോഷം തോന്നി. ഞാൻ അപ്പം തന്നെ ചേച്ചീനെയും റിമേനെയും അറിയിച്ചു. അങ്ങനത്തെ മൂവീസ് എങ്ങനെയാണ് തിയേറ്ററിൽ എത്രത്തോളം ലാഭകരമാണോ എന്നുള്ളതല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് അതിന് വേണ്ടി ഉണ്ട്. ഇപ്പോൾ അത് മാറി വരുന്നുണ്ട് എന്നുള്ളത് വളരെ സന്തോഷമാണ്. ഇല്ല, കാരണം ഞാൻ കുറേ വയസ്സതിന് ശേഷമാണ് ഈ പണിക്കിറങ്ങിയത്. ഇപ്പോഴും എൻ്റെ വയസ്സ് ഞാൻ പറയുന്നില്ലെങ്കിലും അത്യാവശ്യം പ്രായമായിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഡിപ്പെൻസ് അല്ലേ. ഞാൻ ഇപ്പോൾ എനിക്ക് നായിക മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ അത് മലയാളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഇവിടുന്ന് കുറച്ചൊരു ഹയർ ലെവൽ, നമ്മൾ ബോളിവുഡ് ലെവൽ അല്ലെങ്കിൽ ഹോളിവുഡ് ലെവൽ നോക്കുകയാണെങ്കിൽ
ഇപ്പോഴും ഏഞ്ചലീന ജോലി ഹീറോയിനായിട്ട് ചെയ്യുന്നുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ ഇപ്പോഴും ഐശ്വര്യ റായ് ഹീറോയിനായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഡിപ്പെൻസ്. അത് എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ അങ്ങനെ ഒരു മാനസികാവസ്ഥ ആൾക്കാർ വെച്ച് പുലർത്തുന്നുള്ളൂ. അതിനും മാറ്റം വന്നു. ഇപ്പം തിരിച്ചു വന്നിട്ട് മഞ്ജു ചേച്ചി തിരിച്ചു വന്നില്ലേ? ഷീ ഈസ് ഡൂയിങ് അസ് ഹീറോയിൻ ഇൻ ഓൾ ദ മൂവീസ്. അതുപോലെ എത്രയോ ആൾക്കാർ കുറച്ച് പ്രായമായാലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. അതാണ് മെയിൻ. ഒരു ആക്ടർ എന്നുള്ള ലെവലിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. മമ്മൂക്ക വേറെ ഒരു ഉത്തരവും വേണ്ടല്ലോ, അതല്ലേ ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ. അപ്പോൾ അദ്ദേഹത്തിനെ പോലെ ആവാൻ എല്ലാ ഹീറോയിൻസും ശ്രമിക്കുക. തീർച്ചയായിട്ടും എൻ്റെ ആഗ്രഹം അത് തന്നെയായിരുന്നു. ഡിറക്ഷൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഇപ്പം ഞാൻ മാസ്റ്റേഴ്സ് ചെയ്യാണ് കൂച്ചിപ്പുടിയിൽ, ബാംഗ്ലൂർ. അത് കഴിഞ്ഞിട്ട് ഞാൻ US പോകാനുള്ള പ്ലാനാണ്, പഠിക്കാൻ, മൂവി ഡിറക്ഷൻ പഠിക്കാൻ പോവാൻ. അപ്പോൾ തിരിച്ചു വന്നിട്ട് ഡേറ്റ്സ് ചോദിക്കാൻ വേണ്ടി ഇറങ്ങണം പലരുടെയും. അത് തന്നെയാണ് ആഗ്രഹം.